നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തിരണ്ടി മീൻ വറുത്ത് അരച്ചതിൻ്റെ റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. തേങ്ങ വറുത്തരയ്ക്കുന്നതിന് അടികട്ടിയുള്ള ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 15 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കൊരു 10 ചെറുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഇതിൻ്റെ നിറം നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ലോ ഫ്ലെയിമിലും ഇട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെയൊക്കെ നിറം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്താലും ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇല്ലെങ്കിൽ ചട്ടിക്ക് ചൂടുള്ളത് കൊണ്ട് തേങ്ങ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോ അരകല്ലിലോ ഇട്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു മൺചട്ടിക്കകത്തേക്ക് നമ്മൾ കഷ്ണിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തിരണ്ടി മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോയും 300 ഗ്രാം മീനാണ് എടുത്തിരിക്കുന്നത്. വറുത്തെടുത്ത തേങ്ങ അരച്ചത് നമുക്ക് ഈ മീനിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് മീനിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈക്ക് തന്നെ നന്നായിട്ട് മീനിലേക്ക് ഈ മസാല പുരട്ടി യോജിപ്പിക്കുക. കഴിവതും കൈക്ക് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്പൂണോ തവിയോ ഇട്ട് ഇളക്കുന്നതിലും നല്ലത് ഈ കൈക്ക് ചെയ്യുന്നത് തന്നെയാണ്. കറി ഒന്ന് ലൂസാക്കുന്നതിന് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൊത്തം ഒരു 3 to 3.5 ഗ്ലാസ് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 2 പച്ചമുളക് നെടുകെ പിളർന്നത് ചേർത്ത് കൊടുക്കാം. ഒരു 4 കുടംപുളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ്, ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും കൈക്ക് തന്നെ ഒന്നുകൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാം. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ഓരോ 3 മിനിറ്റ് കൂടുമ്പോഴും ചട്ടി ഒന്ന് കറക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ തവി കൊണ്ട് ഇതേ കൂട്ട് ഒന്ന് അനക്കി കൊടുക്കുകയോ ചെയ്യുക. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ കറിയൊക്കെ ഒന്ന് കുറുകി കിട്ടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചട്ടി ഒന്ന് കറക്കി കൊടുക്കുക. കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വയംഭൻ തിരണ്ടി വറുത്തരച്ചത് റെഡിയായിട്ടുണ്ട്. വീഡിയോ കണ്ട കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.